ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിച്ചൺ വ്ളോഗാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കാണണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് ആദ്യമേ പറയുന്നത് അവസാനം പറയാനായിട്ട് മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കിച്ചൺ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പതിപോലെ തന്നെയൊക്കെ എഴുന്നേറ്റു, കാരണം മോന് ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇത് ഇന്ന് സൺഡേ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അവന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേൽക്കണമായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അവൻ അതൊക്കെ തന്നെ കൊടുത്തൊക്കെ വിട്ടു. രാവിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഞാൻ വെച്ചിട്ട് ചിക്കനൊക്കെ മുളകൊക്കെ പുരട്ടി വെച്ച് സവാളയൊക്കെ അരിഞ്ഞു വെച്ച് പിന്നെ തുണി കഴുകാനും ഇതിനൊക്കെ ആയിട്ട് പോയി. അപ്പോഴേക്കും അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ കുത്തിയിട്ടിട്ട് ബാക്കി ജോലികളൊക്കെ തീർത്തു. അങ്ങനെ വന്നപ്പോഴേക്കും സമയം 12 എൻ്റെ ദൈവം ഉച്ചയൂണിനുള്ള സമയം. ഞാൻ ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് കറിയൊക്കെ ശരിയാക്കി ചോറ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് പതിവ് ദിവസത്തിലൊക്കെ ഭയങ്കര ചൂട് കേട്ടോ. സാധാരണ ഞങ്ങളിവിടെ ഈ സമയത്തൊന്നും ഉണ്ടാവാറില്ലല്ലോ. രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ടല്ലേ വരുന്നത്. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ചൂട്. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സത്യത്തിൽ ക്ഷീണിച്ചങ്ങ് പോയി. ചൂട് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വേഗം കുളിച്ചിട്ട് വന്നിട്ടാണ് ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചത്. ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഈ അടുക്കള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ചൂട്. ഞാൻ എങ്ങനെയെങ്കിലും ജോലി തീർത്ത്, ദൈവമേ ഇനി അടുത്ത ആഴ്ച ഇങ്ങനെ ആകരുത്, രാവിലെ തന്നെ എല്ലാ ജോലിയും തീർത്ത് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഇപ്പം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 12 മണി ആയതുകൊണ്ട് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂട്. അപ്പം നമ്മൾ കിച്ചണിൽ നിന്ന് ജോലി കൂടി ചെയ്യുമ്പോൾ നന്നായിട്ട് വിഷമിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കാൻ പോണത്. നമ്മളിങ്ങനെ മൺചട്ടിയിൽ ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചിക്കനൊക്കെ അപ്പുറത്ത് വറുക്കുന്നേ ഉള്ളൂ, പകുതി ചിക്കനേ കേട്ടോ. ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതിയേ ഉള്ളൂ. പകുതി ഇന്നലെ രാത്രി പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ചിക്കനും പിന്നെ 2 കിഴങ്ങ് കൂടി ഇട്ട് വെച്ചാൽ നമുക്ക് കറിയാകുമല്ലോ. അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് മഞ്ഞൾ, മുളക്, കുറച്ച് ചിക്കൻ മസാലയും തൈരും ഉപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വറുക്കാനായിട്ടിട്ടു. കുറേ അങ്ങ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് മയപ്പെട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു മൺചട്ടിയിലാവുമ്പോൾ സവാളയൊക്കെ വഴന്ന് വരാൻ നമുക്ക് സമയം എടുക്കും. അപ്പോൾ ചിക്കൻ വറുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഇതൊക്കെ ചെയ്ത് കിട്ടിയെന്നാൽ ഇത് വഴന്ന് കിട്ടുമ്പോൾ പെട്ടെന്ന് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ സവാളയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റാനിട്ടു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ തക്കാളി അരിഞ്ഞെടുത്തിട്ടില്ല ഇതിലേക്ക്. പെട്ടെന്ന് പോയിട്ട് ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുത്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. ഈ വഴന്ന് വരുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്നൊരു തക്കാളിയും കൂടി അരിഞ്ഞു കൂട്ടി. അപ്പോൾ സവാള ഒരു പകുതി വഴന്ന് കിട്ടുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ 2 കിഴങ്ങ് കൂടി എടുത്തായിരുന്നു. കിഴങ്ങിട്ട് വെക്കാമെന്ന് ഓർത്ത്, എന്നാലേ കറി തികയത്തുള്ളൂ. പിന്നെ താഴെയും കുട്ടികളുണ്ടല്ലോ, അവർക്കും കുറച്ച് കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കിഴങ്ങിട്ട് വെക്കാം, കാരണം അല്ലെങ്കിൽ തികയത്തില്ല. അപ്പം ഞാൻ കിഴങ്ങ് കൂടി അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് എന്ത് കറി വെക്കും എന്നുള്ളൊരു ചിക്കൻ ഇന്നലെ മേടിച്ചതുണ്ടായിരുന്നു. പിന്നെ എന്ത് വെക്കും എന്നുള്ളൊരു ചിന്തപ്പാടൊന്നും ഉണ്ടായില്ല. കുറേ തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴുകി പിടിച്ച് വന്നപ്പോഴേക്കും നേരെ ഉച്ചയായി. ഇന്നലെ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് അമ്പലത്തിലൊക്കെ പോയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. പിന്നെ തൃശ്ശൂർ അവണങ്കാട്ടും പോയിരുന്നു, അവിടെ ഉത്സവമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും ഒത്തിരി വൈകി വന്നപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനുള്ള ഇതൊന്നും ക്ഷീണമായിപ്പോയി, അത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോഴേ. അപ്പം ഇന്നാണ് എല്ലാ ജോലിയും തീർത്തത്. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച കിട്ടണ്ടായിരുന്നെന്ന് വിചാരിക്കും, കാരണം ജോലി എടുത്തതിന് മടുക്കും. അല്ലാത്ത ദിവസം 7 മണിക്ക് എല്ലാ ജോലിയും തീർത്ത് പോയാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക് വന്നിട്ടുള്ള ജോലിയുള്ളൂ, പിന്നെ ഓഫീസിലെ ജോലികളാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ആ പണി ഒഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടും നേരെയില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സവാളയൊക്കെ വഴന്നവിടെ റെഡിയാണ്. നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പടവലങ്ങ ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ പിന്നെ പടവലങ്ങ വേഗം എടുത്തിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെമ്മീൻ ഇരിപ്പില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് വലകെട്ടൊന്നും ഇല്ല കേട്ടോ. അതാണ് ചെമ്മീനും മീനും ഒന്നും കാണാത്തത്. ഇനിയിപ്പോൾ വലകെട്ടിൻ്റെ തക്കം തുടങ്ങാനായിട്ട് ആ സമയത്തിന് പറയുന്നത് തക്കം എന്നാണ്. അപ്പോൾ അത് തുടങ്ങാനായിട്ട് നമുക്കിനി 2 ദിവസം കൂടി എടുക്കും കേട്ടോ. നമുക്കിനി അമ്പലത്തിൽ ശിവരാത്രിയോട് അടുത്തേക്ക് ആ സമയം
തുടങ്ങുള്ളൂ. അതെങ്ങനെയാണ്, നമുക്കൊരു 10-12 ദിവസമൊക്കെ ജോലി ഉണ്ടായിരുന്നാൽ പിന്നെ ഒരാഴ്ച ഗ്യാപ്പായിരിക്കും. വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറിയൊക്കെ ഒന്ന് വന്നോ അപ്പോഴേ നമുക്ക് ചെമ്മീനും മീനും ഒക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ചെമ്മീനൊന്നും ഇരിപ്പില്ല. അതുകൊണ്ട് ഞാൻ പടവലങ്ങ കുറച്ച് പരിപ്പിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പരിപ്പും പടവലങ്ങയും തേങ്ങ അരച്ചിട്ട് വെക്കൂലേ, അതും ചിക്കൻ കറി. അപ്പോൾ ഇത് സവാളയൊക്കെ നല്ല വഴന്ന് തക്കാളിയൊക്കെ നല്ലോണം വഴന്നങ്ങ് വന്നിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അതിലേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് നമ്മുടെ സാധാരണ ഇടുന്ന പോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട്, കുരുമുളക് പൊടി ഞാൻ സെപ്പറേറ്റ് ഇട്ടില്ല കേട്ടോ. കാരണം ഈ ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് അതിൽ ധാരാളം കുരുമുളക് ഉണ്ട്. അപ്പം ആദ്യം എനിക്ക് അത്ര ഞാൻ നോക്കിയില്ലായിരുന്നു. ആദ്യം ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ നല്ല എരിവ് കൂടിപ്പോയി. ഇവിടെയാണെങ്കിൽ എരിവ് ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ സെപ്പറേറ്റ് കുരുമുളക് ഇതിൽ ഇട്ടില്ല. ഗരം മസാലയിൽ നല്ല കുരുമുളക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എരിവുണ്ട്. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരില്ലല്ലോ. അപ്പോഴേക്കും ദേ ആമിക്കുഞ്ഞ് എന്നെ വിളിച്ചു. കുളിച്ച് വന്നിട്ട് തല തുടക്കാനാണ് വിളിച്ചത്. ആൾക്ക് തല തുടയ്ക്കാനായിട്ട് അത്ര വശം പോരാ, അപ്പം ഞാനാണ് തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് വന്നപ്പോഴാണ് ഓർത്തത് ചോറ് തെർമൽ കുക്കറിൽ ഇരിക്കുകയാണല്ലോ, ഇറക്കി വെച്ചില്ലല്ലോ എന്ന്. അങ്ങനെ അതെടുത്തിട്ട് വെച്ചപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്തത് ഞാൻ ആ മസാലക്കൂട്ടിലേക്ക് ഇട്ട് അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അങ്ങോട്ട് വേഗം പെറുക്കിയിട്ടു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും ചോറും സെറ്റ് ആകുമല്ലോ. അയ്യോ ദേ കണ്ടോ, ചോറ് വെച്ചിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തില്ല. എപ്പോഴും പറ്റുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെ ചോറിൻ്റെ സ്റ്റവൊക്കെ ഓൺ ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പടവലങ്ങയ്ക്ക് വേണ്ട, അപ്പോഴേക്കും എന്തേ കുറച്ച് പാത്രമൊക്കെ വന്നിട്ടോ. എനിക്കിങ്ങനെ അധികം പാത്രമൊന്നും കണ്ട ജോലി ചെയ്യാനുള്ള സ്പീഡ് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ആ പാത്രമൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കഴുകിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വേഗം ഒതുക്കി വെച്ചിട്ട് ആ കിച്ചൺ സ്ലാബിൽ പിന്നെ കുറച്ച് നിരന്നിട്ടുണ്ടല്ലോ നമ്മൾ ഇത്രയും ജോലി ചെയ്തത്, അതങ്ങ് വേഗം കഴുകിയേക്കാം. എന്നിട്ടാകാം അടുത്ത പണി. അല്ലെങ്കിൽ എല്ലാം കൂടി കഴിയുമ്പോൾ എനിക്ക് വട്ട് പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കുറച്ച് കഴുകിയൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേഗം കുറച്ച് പരിപ്പെടുത്തിട്ട് പരിപ്പും പിന്നെ 2 പച്ചമുളകും ഉപ്പും പടവലങ്ങയും കൂടി ഒരുമിച്ച് വേകാം. പരിപ്പിനധികം വേവില്ലല്ലോ, അപ്പോൾ പടവലങ്ങയും കൂടി ഒരുമിച്ച് വെന്ത് വന്നോളൂ, സെപ്പറേറ്റ് വേവിക്കണ്ട. അപ്പോൾ അതെല്ലാം കൂടി വേകാനായിട്ട് ഞാൻ അടപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടാണ്. കാരണം നമുക്ക് അപ്പോഴാണ് ഓർത്തത് അയ്യോ ഈ 2 കറി എള്ളെന്നാൽ പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തേക്കാം. അപ്പോൾ ആമിക്കുഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. ആളിവിടെ ചോറ് തിന്നാനുള്ള സമയമായതുകൊണ്ടാണ് കേട്ടോ. ആളിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് തേങ്ങ അരക്കാനായിട്ട് തേങ്ങ പൊതിച്ചതുണ്ടായിരുന്നില്ല. വേഗം പോയിട്ട് ഒരു തേങ്ങ പൊതിക്കാനായിട്ട് താഴെ ഇറങ്ങി തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാറ്റുണ്ടേ നല്ലത്, അപ്പോൾ അതെൻ്റെ ദേഹത്തേക്ക് തന്നെ പറക്കുന്നു. കാറ്റിനെതിരായിട്ട് നിന്നാണ് ഞാൻ തേങ്ങ പൊതിച്ചത്. അതാണ് ഈ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു. വേഗം തേങ്ങ വെള്ളം, എൻ്റെ ദൈവം എന്ത് ചൂടാണ്, എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാവുന്നില്ല. പിന്നെ നമ്മൾ ജോലിയും കൂടി ചെയ്യുമ്പോൾ പറയേണ്ട ക്ഷീണിക്കുമല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി, എൻ്റെ ചിരവ് എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഒന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, നല്ല ചിരവയാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പോൾ ഇതിൽ പെട്ടെന്ന് എനിക്കെടുത്ത് ചിരണ്ടാൻ പറ്റും. നേരത്തെ ചിരവയിലെ അധികം മൂർച്ചയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറേ സമയം എടുക്കുമായിരുന്നു ചിരണ്ടിയൊക്കെ എടുക്കാൻ. അപ്പം ഞാൻ ആ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞളും 2 വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഞാൻ വേഗം ഒന്ന് അരച്ചു കൂട്ടിയൊക്കെ എടുത്തു. അപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ ശരിയായി. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയൊക്കെ അരിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റി വരാനായിട്ട് വെച്ചിട്ടാ. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ വേഗം ചട്ടി വെച്ചിട്ട് നമ്മുടെ പടവലങ്ങയും പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ അരപ്പ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ. ഞാൻ പടവലങ്ങയും പരിപ്പും കൂടി ഇതാക്കാനായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടു. അപ്പോഴാണ് ഓർത്തത് ഒരു സാലഡ് ഉണ്ടാക്കാം. കാരണം ചിക്കൻ എടുത്ത് സവാള കുറച്ച് അധികമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും പിന്നെ ഞാൻ നാരങ്ങ നീരാണ് കേട്ടോ. നമ്മൾ ഈ വിനാഗിരിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കില്ലേ, അതിന് പകരം നാരങ്ങ നീര് ഒഴിച്ചിട്ട് എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇത് ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വിനാഗിരിയൊക്കെ ഒഴിക്കുന്നതിലും ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും റെഡിയാക്കി വെച്ചിട്ട് അരപ്പൊക്കെ ഇട്ട് പടവലങ്ങ പരിപ്പ് ഒന്നുകൂടി ഒന്ന് വേകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങനെ വെച്ചതാണ്. എന്നിട്ട് അരപ്പൊക്കെ ഇട്ട് അതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഉള്ളിയും മുളകൊക്കെ താളിച്ചിട്ട് ഇനി നമുക്ക് ഒരു ജോലിയും കൂടി ഉണ്ട്.
ഉണക്ക ചെമ്മീനും കൂടി വറുക്കണം. ഇപ്പോൾ ആമിക്കുഞ്ഞിന് നല്ല വിശപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആളെന്നെ ചുറ്റിപ്പറ്റി അമ്മയെ റെഡിയായോ അമ്മ റെഡിയായോ ഇന്ന് എന്ത് കറിയാന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങയും പരിപ്പും കറി റെഡിയായി. പിന്നെ ഞാൻ പെട്ടെന്ന് ഉണക്ക ചെമ്മീനും കൂടി വറുക്കാനിട്ടിട്ട്, ഇത് വറുക്കുമ്പോൾ നമ്മളിങ്ങനെ അടുത്തുനിന്ന് മാറാതെ നിന്ന് വറുക്കണം, കാരണം കരിഞ്ഞു പോകും. പിന്നെ അധികം വറുത്തും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പാകം തെറ്റിപ്പോയാൽ ആ ചെമ്മീൻ്റെ ടേസ്റ്റേ പോകും. അങ്ങനെ ഞാൻ ചെമ്മീനും അവിടെ മാറാതെ നിന്ന് പെട്ടെന്നങ്ങ് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും മുളകും ഉപ്പും കൂടി ചതച്ചത് ഇട്ടു. അപ്പോഴേക്കും പാത്രം വീണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം അതൊക്കെ കഴുകിയെടുത്ത് മാറ്റിയൊക്കെ വെച്ചു. അപ്പോഴേക്കും ചെമ്മീനൊക്കെ നമ്മുടെ വെന്ത് നല്ല ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളാണ് മൺചട്ടിയിൽ വെച്ച ചിക്കൻ കറിയും പരിപ്പും പടവലങ്ങി കറിയും പിന്നെ ചെമ്മീൻ ഫ്രൈയും സാലഡും. അപ്പം ആമിക്കുഞ്ഞ് വന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പിന്നെ ഞാൻ കുഞ്ഞിന് ചോറ് എടുത്തു കൊടുത്തു. അപ്പോൾ പിന്നെ ഞാനും ചേട്ടനും കൂടി ഉള്ളല്ലോ ചോറ് കഴിച്ചേക്കാന്ന്. ഇത്രയും ജോലിയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ.